ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അഗെയിൻ. ഞാൻ ഇന്ന് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കുമല്ലോ എല്ലാവരും ഓർക്കുക. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിമ്മിയേച്ചീൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണ്, ആദ്യ കുർബാനയാണ്. അപ്പം പകലാണെങ്കിൽ കുർബാനയും പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിലാണ് അവരൊരു ഫംഗ്ഷൻ പോലെ ഒരു ചെറിയ റിസപ്ഷൻ വെച്ചത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന തയ്യാറെടുപ്പിലാണ്. ഞാനാണെങ്കിൽ മോയ്സ്ചറൈസറൊക്കെ ഫസ്റ്റേ ഇട്ടു, അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ മോയ്സ്ചറൈസർ ഇടുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഈവനിങ്ങിൽ കുറച്ച് ലേറ്റ് ആകും എന്നൊരു സൂചന എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, കൺമഷി ഇട്ടില്ല, പകരം ഐലൈനർ പുറത്ത് മുകളിൽ കൂടെ ഇട്ടു. പിന്നെ ലിപ് ബാമും ലിപ്സ്റ്റിക്കും വെച്ചിട്ടുള്ള കളി മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. ഒരുപാട് ഫൗണ്ടേഷനോ പ്രൈമറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ സൺസ്ക്രീൻ ഇടുമെങ്കിലും പുറത്ത് പകലൊക്കെ പോകുമ്പോഴേ ഇടാറുള്ളൂ, രാത്രി പരിപാടിക്കൊന്നും അങ്ങനെ ഇടാറില്ല. പിന്നെ മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ലൊബെല്ലോയിൻ്റെ ലിപ് ബാമും. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, രണ്ടും എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. പിന്നെ ഒരുങ്ങിക്കഴിയുമ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഹോബിയാണ് അതൊക്കെ. അങ്ങനെ ഹസ്ബൻഡ് കുറച്ച് ഫോട്ടോസ് എടുത്തു തന്നു, ഞാൻ ഹസ്ബൻഡിൻ്റെ എടുത്തു. അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി റിസപ്ഷനിലെത്തി കഴിഞ്ഞപ്പം അവിടെ ആൾക്കാരെ ഒന്നും കാണാനില്ല. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പോകാൻ തുടങ്ങി. അപ്പോൾ ബുർജ് ഖലീഫ കണ്ടപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയൊരു വീഡിയോ എടുത്തു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഷാർജയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴും ബുർജ് ഖലീഫ കാണുമായിരുന്നു. അത്രയും ദൂരെ ഉണ്ടായിട്ട് വരെ ബുർജ് ഖലീഫ നല്ല കൃത്യമായിട്ട്, നല്ല രാത്രിയിൽ കേട്ടോ, പകലങ്ങനെ കാണില്ല, രാത്രിയിൽ അവിടുത്തെ ലൈറ്റും ഒക്കെ കൊണ്ടായിരിക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. അങ്ങനെ ഫംഗ്ഷൻ തുടങ്ങിയില്ല. ഇതാണ് കൊച്ച്, ആദ്യ കുർബാന കൊച്ച്. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഗിഫ്റ്റ് കൊടുക്കുക, ഫോട്ടോ എടുക്കുക, കഴിക്കുക, പോകുക, അതാണല്ലോ നോർമലി നമ്മൾ എവിടെ പരിപാടിക്ക് പോയാലും കാണാറ്. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഒരു ആങ്കറൊക്കെ ഉണ്ടായിരുന്നു, പുള്ളി എല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ ഗെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസൊക്കെ ഈ ആങ്കർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി പാട്ടൊക്കെ പാടിയും ഒക്കെ നമ്മളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടേയിരുന്നു, നമുക്ക് ബോറടി തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ ആങ്കർ ഒരു ഗെയിം, ഒരു പുള്ളി പറയാണ്, ഇങ്ങനെ വാളറ്റിൽ 500 ദിർഹം ഉള്ളവർ വന്നിട്ട് പുള്ളീനെ കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാണിക്കുന്നവർക്ക് പുള്ളി ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിനും ഒരു ഗിഫ്റ്റ് കിട്ടി. പിന്നെ ഡാൻസും പാട്ടും വെള്ളമൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. നമുക്കൊരു മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു ഫങ്ഷനായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ ഹസ്ബൻഡ് അടക്കം എൻ്റർടൈൻ ചെയ്തു. പിന്നെ ഭയങ്കര രസം, പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ കുർബാന കുറച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഡാൻസ് കളിച്ചായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നിമ്മേച്ചിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ചെറിയൊരു ഡാൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ആങ്കർ കൊടുത്ത ഗെയിമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പിന്നെ റൂം എത്തിയപ്പോഴത്തേക്കും 12:30 നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു താങ്ക്സ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു നല്ല ക്യൂട്ട് കീ ചെയിനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കിടന്നു.